നമ്മൾ എവിടേക്ക് പോണേ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ഇപ്പോൾ ക്രിസ്മസിൻ്റെ എല്ലായിടത്തും ലൈറ്റുകളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇവിടെ ഒരു ചെറിയൊരു 10 കിലോമീറ്റർ അപ്പുറത്ത് സൺറിസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ക്രിസ്മസ് ലൈറ്റ്സ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി വീഡിയോ ഉണ്ട്, ലക്ഷറി വീഡിയോയുള്ള ആ ഏരിയ ഫുള്ള്. അപ്പോൾ അവിടുത്തെ ലൈറ്റ് ഇടാൻ വേണ്ടി പോകണം. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓസ്ട്രേലിയയിലൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് നല്ല സമ്മർ ടൈമാണ്. നമ്മുടെ നാട്ടിലൊക്കെ നേരെ തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സമയം രാത്രി 9 മണിയായിട്ടോ. സമ്മർ ആയി കഴിഞ്ഞാൽ രാത്രി ആവണമെങ്കിൽ 9:30 ഒക്കെ ആവും ശരിക്കും ഇരുട്ടാവാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിട്ടോ, സാൻജസ്റ്റിൻ്റെ ആ എൻട്രൻസിലെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് 2.5 കിലോമീറ്ററോടത്തോളം നമുക്ക് പോകാനുണ്ട്. ആ പോകുന്ന വഴികളുടെ 2 സൈഡുമില്ലേ വീടുകളൊക്കെ ഡെക്കറേറ്റ് വെച്ച് കാണാനിട്ടോ. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒന്നും നമുക്ക് ഇതുവരെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. എവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് നടന്നേരം പോലെ 2.5 കിലോമീറ്റർ നടക്കാനുണ്ടോ. അത് ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾക്ക് പിള്ളേരോട് നടപടിയാവണ കേസല്ല. അതുകൊണ്ട് നമ്മൾ വീക്ക് ഡേയ്സിൽ വന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നടന്ന് ഉള്ളിലേക്ക് ഒരു 8-9 വീടുകൾ, ഒരു ചെറിയൊരു സെക്ഷൻ ഉണ്ട്, അവിടേക്ക് നമ്മൾ പോകണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈറ്റുകളും വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് വെച്ചാണ്. പിന്നെ ഞാൻ തുടക്കം പറഞ്ഞ പോലെ ഇതൊരു ലക്ഷറി ഏരിയ ആയതുകൊണ്ട് പ്രായമായവർക്കൊക്കെ പോകാനുള്ള സ്പെഷ്യൽ വണ്ടികളൊക്കെ ഉണ്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നമുക്ക് നടക്കണം. അങ്ങോട്ട് ഒരുപാട് ദൂരം, ചെറുതായിട്ട് ദൂരമുള്ളൂ. പക്ഷേ ആ റോഡ് ബ്ലോക്കിലാണ്. അവർ സെപ്പറേറ്റ് സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തോരം വണ്ടികൾ വരുന്നത് നോക്കി. വീക്ക് ഡേയ്സ് ഇങ്ങനെയാണെങ്കിലേ വീക്കെൻഡ്സിൽ കാല് കുത്താൻ പറ്റില്ല എന്നാണ് ഫ്രണ്ട്സൊക്കെ നമ്മളോട് പറഞ്ഞത്. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ലൈറ്റ് കാണാൻ വന്ന സെക്ഷനിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ. ഇവിടത്തേക്ക് വീടുകളിലുള്ള ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കണ്ണും മഞ്ഞളിച്ചു കൂട്ടോ. എന്താ ഒരു ഭംഗി നോക്കിയേ. പല തരത്തിലുള്ളതാ. പൈസ അങ്ങോട്ട് വാരി വിതരേക്കാണ്. ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസും ന്യൂ ഇയറും ഇവർക്ക് വേറൊരു ഫീലാട്ടോ. ഇവർ വേറെ ഒന്നും നോക്കില്ല, ജോലിക്ക് പോലും പോകില്ല. മിക്കയിടത്തും സിക്ക് ലീവ് ആയിരിക്കും എല്ലാവരും. അങ്ങോട്ട് പൊളിക്കാണ്, ഒന്നും നോക്കില്ല കേട്ടോ. പിന്നെ ഇതൊരു കോമ്പറ്റീഷനൂടെ ആയാലും പിന്നെ പറയാനില്ലല്ലോ. പിന്നെ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയായിട്ട് അവിടെ ചെറിയൊരു ഐസ്ക്രീം വണ്ടിയൊക്കെ വന്നില്ലായിരുന്നു. പിന്നെ സമ്മർ കൂടെ അല്ലേ, പിന്നെ അതൊക്കെ ഇതും കൂട്ടി അപ്പൂസിനൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് തകർത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിംഗ് സെന്ററിലൊക്കെ കാണുമ്പോൾ അല്ലേ സാന്റ ആയിട്ട് ഫോട്ടോ എടുക്കാനുള്ള അവസരം. ഇവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലും അതുപോലെ സാന്റാക്ലോസിനെ വെച്ചിട്ട് ഫോട്ടോ സെഷനൊക്കെ അറിഞ്ഞത് അതൊക്കെ ഫ്രീ ആട്ടോ. പിന്നെ തിരക്ക് നോക്കി മെൽബണിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഈ ലൈറ്റ് കാണാൻ വേണ്ടി വരും കേട്ടോ. അത്യാവശ്യം നല്ല ഫേമസ് ആയ ഒരു സ്ഥലം തന്നെയാണ് ഈ സാൻജസ് എന്ന് തുടങ്ങി. വർഷങ്ങളായിട്ട് അവർ ഇങ്ങനത്തെ പരിപാടികൾ കണ്ടിന്യൂ ചെയ്തിട്ട് പോകണം, ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ. ഇപ്പം നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ ഫ്രണ്ട് നോക്കിയല്ലേ, ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. നമ്മൾ വീടുകളൊക്കെ ഡെക്കറേറ്റ് കണ്ടിട്ടുണ്ട്, യൂസ് ചെയ്യുന്ന വണ്ടിയും ഇതേപോലെ കാണിച്ചു വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്താന്ന് നോക്കിയാൽ അവരുടെ ആ ഒരു സ്പിരിറ്റ്. ഏകദേശം 1 മണിക്കൂർ സമയം നമ്മൾ ഇവിടെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് നമ്മൾ തിരിച്ചു പോവാം. പോകുന്ന വഴിക്ക് ഡിസേബിൾ പാർക്കിംഗ് ഉണ്ട്. അത് ഓരോ വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ എല്ലാം അറേഞ്ച് വെച്ചിരിക്കണേ. എന്നാലും വെൽ ഓർഗനൈസ്ഡ് ആണ് എല്ലാ കാര്യങ്ങളും.
അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെക്കറേറ്റ് ചെയ്ത വീട് ഏതാണെന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്താ പറയുക, എനിക്കിതിനകത്ത് ഇപ്പോൾ ഒന്നിനോടും മെച്ചമായിട്ടാണ് എല്ലാം തോന്നി. എല്ലാത്തിനും അതിൻ്റേതായ ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം വീടിൻ്റെ അടുത്തുള്ള കേട്ടോ, ഒരു 3-4 വീട് അപ്പുറമാണ് നമ്മൾ ഈ കാണുന്ന ലൈറ്റുകളുള്ളത്. അത് തിരക്കില്ല, അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം നമ്മൾ ഇത്രയൊക്കെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ട്രീയും ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കും, അത്രയൊക്കെയല്ലേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. അപ്പം എന്നാൽ പിന്നെ നമുക്കൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.